സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. പല ജില്ലകളിലും അതിതീവ്ര മഴ തന്നെ ഉണ്ടാകും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതകളുണ്ട്. കേരളത്തിൽ കൂടുതൽ മഴയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, എന്താണ് മഴയുടെ കാസർഗോഡ് ജില്ലയിലെ അവസ്ഥ? അവിടെ മഴക്കെടുതികളുടെ വാർത്തകൾ കാര്യമായിട്ടുണ്ടോ? എസ് വെരി ഗുഡ് മോർണിംഗ്. എസ് കാസർഗോഡ് ഇന്നും നാളെയും റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ഈ റാണിപുരം അതുപോലെ തന്നെ ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പൂർണ്ണമായും യാത്ര വിലക്കിയിട്ടുണ്ട്. റാണിപുരം പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. അവിടെ ഈ മരങ്ങളൊക്കെ വീഴാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ആരും ഈ റാണിപുരത്തേക്ക് പോകരുതെന്ന് ജില്ലാ ഭരണകൂടം പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല മലയോര മേഖലയിൽ ഇപ്പോഴും മഴ കനക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഇടവിട്ടുള്ള അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ തിരമാല ആഞ്ഞടിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളാണ് പ്രധാനമായും ഈ അപകട സാധ്യത കൂടുതലായുള്ളത്. അത് മട്ടലായിക്കുന്ന വീരമലക്കുന്ന ബേവിഞ്ച തുടങ്ങിയ പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. NDRF സംഘം ഇന്നലെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സന്ദർശനം നടത്തിയിരുന്നു, മുൻകരുതലുകൾ എടുത്തിരുന്നു. അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപകട ഭീഷണി നിലനിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകളെ നീക്കം ചെയ്യാനുള്ള, ആളുകളെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. എന്തായാലും വലിയ മുൻകരുതലുകൾ, ഈ റെഡ് അലേർട്ടിനെ തുടർന്നുള്ള വലിയ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. അതിശക്തമായ മഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും പെയ്യുന്നു എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.